വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അതിലോട്ട് പോണേക്കാൾ മുമ്പ് ആദ്യം പറയാനുള്ളത്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 31st ആണ് വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. അവസാന ദിവസത്തിലോട്ടൊന്നും നിങ്ങളുടെ അഡ്മിഷൻ മാറ്റി വയ്ക്കരുത്. സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടും. ദെൻ നമ്മുടെ സ്ഥാപനം BCom BBA MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും ഓൺലൈനായിട്ട് അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ BCom BBA MCom ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. MComന്റെ ക്ലാസ്സസ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയില് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. സോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു, ഈ ഒരു സിസ്റ്റം എല്ലാ കോഴ്സിനും ഉണ്ടായിരിക്കുമോ? അപ്പോൾ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ബുക്ക് എക്സാം, ബുക്ക് തുറന്നു വെച്ചിട്ടുള്ള എക്സാം. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് അങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്. സോ ഇതെല്ലാ കോഴ്സസിനും ഉണ്ടോ എന്നുള്ളതാണ്, ബുക്ക് തുറന്നു വെച്ചിട്ടുള്ള എക്സാം. അപ്പോൾ 2023 തന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് മാത്രമല്ല, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. അതിൻ്റെ ഒരു പുതിയൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാനുള്ളത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ യൂണിവേഴ്സിറ്റി ഇട്ടിട്ടുണ്ട്. ഇതാണ് MAക്കുള്ള ഒരു പേപ്പറാണത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ചെയ്യുന്ന കുട്ടികൾ സെക്കൻഡ് സെമസ്റ്ററിലെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. സോ അവർക്കാണ് ഇങ്ങനെ ബുക്ക് തുറന്ന് വെച്ച് എക്സാം എഴുതാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് വരുന്നത്. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ബുക്ക് എക്സാം. യു മേ റെഫർ ദ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇഷ്യൂ ടു യു ബൈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർ ദി കോഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തുറന്ന് വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നല്ല പരിപാടിയാണല്ലോ, ബുക്ക് തുറന്ന് വെച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ അതേപോലെ ആയിരിക്കും. നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല്, നിങ്ങളുടെ ക്രിട്ടിക്കൽ സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് ഈ ബുക്ക് തുറന്നു വെച്ചിട്ടുള്ള ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുമ്പോൾ. ആ വരുന്ന ചോദ്യങ്ങൾ അങ്ങനത്തെ ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കാത്ത ചോദ്യങ്ങളാണ്. മനസ്സിലാവുണ്ടോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ബുക്ക് തുറന്നു വെച്ചിട്ട് അതിൽ ആ സമയത്ത് നോക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാവില്ലേ, ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതിന് നമുക്ക് ക്രിട്ടിക്കലായിട്ട് ആ ചോദ്യം മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ബുക്ക് വായിച്ച് എഴുതാൻ പറ്റുന്നതാവില്ല. ഓൾറെഡി നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയണം നല്ല രീതിയിൽ. വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? റെഫർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് MA സെക്കൻഡ് സെമസ്റ്ററിൽ ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പേപ്പർ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അതിൻ്റെ ഒരു രീതി കണ്ടോ, ഇതാണ്. കുട്ടികളെ ചോദിച്ചുകൊണ്ട് ഞാൻ പുതിയ അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. കണ്ടോ, ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു, അതിന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഡയറക്റ്റ് ചോദ്യമല്ല ഒന്നും. ഇതതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ ഇട്ടിരിക്കണം. ഇങ്ങനെ ഒരു പേപ്പറാണ് വരുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് ബുക്ക് തുറക്കാം, നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്തിട്ട് അല്ലെങ്കിൽ ബുക്കിൽ നോക്കിയിട്ടിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലത്. നമ്മൾ വായിച്ച് ഈ ഒരു സബ്ജക്റ്റ് നോളേജ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലുള്ള ചോദ്യമായിരിക്കും, ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യമായിരിക്കും. MAക്കാണ് വന്നിട്ടുള്ള BCom BBA MCom, കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഇതിലോട്ടൊന്നും ഇത് വന്നിട്ടില്ല കേട്ടോ.
ഓക്കെ. അപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം ആദ്യമായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ മറ്റ് കോഴ്സസിലൊക്കെ ഇത് വരുമോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യാം. കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഇതൊക്കെ നമുക്കിനി വരും കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാം. ഏത് സമയവും ഈ ഡിറക്റ്റ് മോഡലുള്ള ചോദ്യം, ഡിറക്റ്റുള്ള ആൻസറുകൾ അതൊക്കെ മാറ്റി പിടിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഓക്കെ. ബൈ ഹാർട്ട് പഠിത്തമൊക്കെ മാറ്റണം, സിസ്റ്റം തന്നെ മാറണം. സോ ഇതാണ് ഈ ഒരു അപ്ഡേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ വീണ്ടും പറയുന്നു, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. വളരെ കുറച്ച് ദിവസമുള്ളൂ, ഇന്ന് 27-ാം തീയതി, ഈ 4 ദിവസം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.